നാളത്തേക്ക് വേണ്ടി ഇന്ന് കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണ്. ഇന്ന് മടി പിടിച്ചിരിക്കാനും ഇന്ന് സുഖം പിടിച്ചിരിക്കാനുമാണെങ്കിൽ നാളെ നമുക്കതിൻ്റെ വേദനയുണ്ടാവും, നാളെ നമുക്കതിൻ്റെ കഷ്ടപ്പാടുണ്ടാവും. ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്കതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വരും, നാളെ നമുക്കതിൻ്റെ റിസൾട്ട്സ് വരും. നമ്മളെ സ്ട്രോങ് ആക്കുന്ന ആ ചോയ്സുകൾ നമ്മൾ എടുക്കണം, നമ്മളെ സ്ട്രോങ് ആക്കുന്ന ആ തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. പ്ലഷേഴ്സ്, ഈസി റിവാർഡ്സ് എല്ലാം നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷേ ഇതെല്ലാം നുണകളാണ്. അലസമായി കിട്ടുമ്പോൾ ഇരിക്കുന്ന ഒരു സുഖമുണ്ട്, പക്ഷേ നോ പറയാൻ പഠിക്കണം. സേ നോ. ജങ്ക് ഫുഡ്സിനോട് നോ പറയാൻ പഠിക്കണം, ലേസിനെസ്സിനോട് നോ പറയാൻ പഠിക്കണം. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, ടോക്സിക് ആയിട്ടുള്ള മീഡിയ, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന എന്തിനോടും നോ പറയാൻ നമ്മൾ പഠിക്കണം. ഇതൊരു ചോയ്സാണ്. അതേസമയം നമ്മൾ പലതിനോടും യെസ് പറയണം. ഓരോ ദിവസവും പഠിക്കുന്നതിനോട്, ഓരോ ദിവസവും അധ്വാനിക്കുന്നതിനോട്, ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതിനോട് പിന്നെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഡു ഇറ്റ് നൗ. അലാറം അടിക്കുമ്പോൾ വീണ്ടും വീണ്ടും സ്നൂസ് ബട്ടൺ അടിച്ച് വീണ്ടും കിടന്നുറങ്ങരുത്. അലാറം അടിക്കുമ്പോൾ എഴുന്നേൽക്കുക, ഇപ്പോൾ തന്നെ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ വിൽ പവർ കൂട്ടുന്ന, നമ്മുടെ സെൽഫ് ഡിസിപ്ലിൻ കൂട്ടുന്ന തീരുമാനങ്ങൾ എടുക്കുക. എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും ചെയ്തേനെ, എല്ലാവരും ഇതെല്ലാം സപ്പോർട്ട് ചെയ്തേനെ. പക്ഷേ ഇത് കഷ്ടപ്പാടാണ്, ഇതിനൊരുപാട് ക്ഷമ വേണം. ഓരോ ദിവസവും നമ്മളോട് തന്നെ പോരാടാൻ പഠിക്കണം. എന്താണ് ആൾക്കാർ എപ്പോഴും സെർച്ച് ചെയ്യുന്നത്, എപ്പോഴും തേടുന്നത്? ഈസി വേ, ഈസിയസ്റ്റ് വേ, ഫ്രീ. കംഫർട്ട് സോണിന് പുറത്ത് ഒരു അടി പോലും വെക്കാൻ പലരും തയ്യാറല്ല. എല്ലാം ഫ്രീ ആയിട്ട് വേണം, എല്ലാം ഈസി ആയിട്ട് വേണം. ദെയർ ഈസ് നത്തിങ് കോൾഡ് ഫ്രീ ആൻഡ് ഈസി. ഇതെല്ലാം നുണകളാണ്. എന്തുകൊണ്ടാണ് ഫ്രീ എന്ന വാക്ക് കേൾക്കുമ്പോൾ ആർക്കാർ ചാടി വീഴുന്നത്? അതിന് വില കൊടുക്കണ്ട, അതിന് വർക്കില്ല, എല്ലാവർക്കും ഫ്രീ വേണം. പീപ്പിൾ ആർ നോട്ട് റെഡി ടു പേ ദ പ്രൈസ്. ഒന്നിനും അതതിൻ്റെ വില കൊടുക്കാൻ ആൾക്കാർ തയ്യാറല്ല. ജാക്കി ചാൻ പറയുന്നുണ്ട്, ദി ബെസ്റ്റ് ഫൈറ്റ്സ് ആർ ദ വൺസ് വി അവോയ്ഡ് ഇൻ ലൈഫ്. പക്ഷേ നമ്മൾ എവിടം വരെ ഓടും? നമ്മുടെ മുമ്പിൽ വരുന്ന ചലഞ്ചുകളിൽ നിന്ന്, നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളിൽ നിന്ന് നമ്മൾ എത്രമാത്രം ഓടും? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കായിരിക്കും നമ്മൾ ഓടിച്ചെല്ലുന്നത്. പക്ഷേ ഫേസ് ചെയ്യാൻ നമുക്ക് ധൈര്യം വേണം. ശരിയാണ്, ഒരു പ്രശ്നം ഒഴിവാക്കി, ഒരു ആഗ്രഹം ഒഴിവാക്കി, ഒരു ചലഞ്ച് ഒഴിവാക്കി മാറി നിൽക്കുന്നത് നമുക്കൊരു കംഫോർട്ട് തരുമായിരിക്കും, നമുക്കൊരു സുഖം തരുമായിരിക്കും. പക്ഷേ ഒരിക്കലും നമുക്കത് സാറ്റിസ്ഫാക്ഷൻ തരില്ല. താൽക്കാലിക സുഖങ്ങളൊന്നും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരില്ല. റണ്ണിങ് അവേ ഫ്രം യുവർ പ്രോബ്ലംസ് ഈസ് എ റേസ് ദാറ്റ് യു വിൽ നെവർ വിൻ. ചിലർ പറയും, ഞാനൊരു വർക്ക് മെറ്റീരിയൽ അല്ല, എൻ്റെ ബോഡി അങ്ങനെയല്ല, എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ മറ്റു മൃഗങ്ങളെ പോലെയല്ല, അവൻ ഓരോ ദിവസവും പഠിച്ചാണ് വളരുന്നത്. നമ്മൾ വർക്ക് ചെയ്യാനും പഠിക്കണം. ആരും വന്ന് ഓരോ ദിവസവും നിങ്ങളെ പുഷ് ചെയ്യില്ല, നിങ്ങളോട് വർക്ക് ചെയ്യാൻ പറയില്ല. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ഇന്നും അവർ അങ്ങനെ കൈ പിടിച്ച് നമ്മളെ നടത്തുന്നുണ്ടോ? ഇല്ല. നമ്മൾ നടക്കാൻ പഠിക്കണം. യു ഹാവ് ടു ലേൺ ടു വാക്ക്. നമ്മൾ നടക്കാൻ പഠിക്കണം. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമല്ല. നമ്മുടെ ബോഡി മാറണം, നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. മേരി ക്യൂരി പറയുന്നുണ്ട്, ലൈഫ് ഈസ് നോട്ട് ഈസി ഫോർ എനി ഓഫ് us. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തോ ഉണ്ട്. ആ വിലപ്പെട്ടതിനെ പുറത്തു കൊണ്ടുവരുവാൻ, നമ്മുടെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരുവാൻ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഓരോ ദിവസവും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഒരു നിമിഷം നിശബ്ദമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളിൽ നിന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും ഓടി മാറുകയാണോ? ഓരോ എക്സ്ക്യൂസ് പറയുന്നതാണോ? നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? നമ്മൾ ശരിയായ പാതയിലാണോ നടക്കുന്നത്? അതോ കംഫർട്ട് സോണിൽ തന്നെയാണോ നിൽക്കുന്നത്? നമ്മുടെ കംഫർട്ട് സോണിനപ്പുറം ഒരു ലോകമുണ്ട്, നമ്മളെ വെല്ലുവിളിക്കുന്ന, ഒരുപാട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു ലോകം. അതിലേക്ക് ഞാൻ ഇന്നും ഇറങ്ങിയിട്ടില്ലേ? ലൈഫ് ബിഗിൻസ് അറ്റ് ദി എൻഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോൺ തീരുന്നിടത്താണ്, നമ്മൾ കംഫർട്ട് സോണിന് പുറത്തിറങ്ങുന്ന നിമിഷത്തിലാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. കമ്മിങ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ഈസ് ടഫ് ഇൻ ദ ബിഗിനിങ്, chaotic in the middle and awesome in the end. Because in the end, it shows you a whole new world. Make an attempt. Inspiring Freak.